നാടിനെ നടുക്കി തൃപ്പൂണിത്തുറയിൽ ഉഗ്രസ്ഫോടനം. ഉത്സവത്തിന് കൊണ്ടുവന്ന പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മരണം രണ്ടായി. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു, പരിക്കേറ്റ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ദിവാകരൻ എന്നിവരാണ് മരിച്ചത്. വെടിക്കെട്ട് നടത്തരുതെന്ന പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച് രഹസ്യമായി സൂക്ഷിച്ച പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. ഹിൽ പാലസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 4 പേർ അറസ്റ്റിലായി. കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃപ്പൂണിത്തുറയിൽ പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മരണം രണ്ടായിരിക്കുകയാണ്. ദിവാകരൻ എന്നയാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. 55 വയസ്സുള്ള ആളാണ്. ഇയാളുടെ സ്ഥലവും മറ്റു വിവരങ്ങളും ഒന്നും നിലവിൽ ലഭ്യമല്ല. 7 മണിക്കാണ് ഇയാളുടെ മരണം സ്ഥിരീകരിച്ചത്. ദിവാകരനെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. അതുപോലെ ബേൺ ICUവിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ അടിയന്തര ശസ്ത്രക്രിയ അടക്കം നടത്തിയിരുന്നു. എന്തായാലും ദിവാകരന്റെ മരണം ഇപ്പോൾ ഈ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ സംഭവത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ വിഷ്ണുവാണ് മരിച്ചത്. രാവിലെ 11 മണിക്കാണ് ഈ തൃപ്പൂണിത്തുറ ചൂരക്കാട് ഭാഗത്ത് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. തൃപ്പൂണിത്തുറയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കവും മറ്റ് സ്ഫോടക വസ്തുക്കളും പൊട്ടിത്തെറിക്കുകയായിരുന്നു. പാലക്കാട് നിന്നും കൊണ്ടുവന്ന ഈ പടക്കം ഈ ചൂരക്കാട് ഭാഗത്തെ NSS കരയോഗത്തിന്റെ ഷെഡിലേക്ക് മാറ്റുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായത്. ഈ സംഭവ സ്ഥലത്ത് തന്നെ വിഷ്ണു മരിച്ചിരുന്നു. വിഷ്ണു ഈ പടക്കം കൊണ്ടുവന്ന വാഹനത്തിലെ ജീവനക്കാരനായിരുന്നു. ഈ സ്ഫോടനത്തിന്റെ സമയത്ത് ഈ പ്രദേശത്തെ ഒരുപാട് വീടുകൾക്ക് 50-ലധികം വീടുകൾക്ക് പല രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പല വീടുകളും പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ഒരുപാട് വീടുകളുടെ മേൽക്കൂര തകർന്നു പോയിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ഉഗ്രസ്ഫോടനം തന്നെയായിരുന്നു ഇന്ന് രാവിലെ 11 മണിക്ക് ഈ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തത്. 4 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്ര ഭാരവാഹികളായ 2 പേർ, അതുപോലെ തന്നെ ഈ പടക്കം വിതരണ ജീവനക്കാരായ 2 പേർ, ഇങ്ങനെ 4 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഹിൽ പാലസ് പോലീസ് ഈ സംഭവത്തിലൊരു കേസെടുത്തിരുന്നു. അത് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള കേസായിരുന്നു. കാരണം ഈ പോലീസിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ ഈ ചൂരക്കാട് ഭാഗത്ത് ഇത്തരത്തിൽ ശേഖരിക്കാനുള്ള നീക്കമുണ്ടായത്. കാരണം ഈ വെടിക്കെട്ട് നടത്തരുതെന്ന് പോലീസിന്റെ നിർദ്ദേശം കൃത്യമായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ഇവർ ശേഖരിച്ച് വച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ചുറ്റിലും വീടുകളുള്ള വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ അടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറയിലുണ്ടായ പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ 2 മരണമാണ് സ്ഥിരീകരിക്കുന്നത്.